അണ്ടർഗ്രൗണ്ടിലായിട്ട് നല്ല ഒരു പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഫർണിഷ്ഡ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഫുള്ളി ഫർണിഷ്ഡ് ആണ്. അതായത് സോഫ കാര്യങ്ങള് ടേബിള് എല്ലാം നമുക്ക് ഇവിടെ വരുന്നു. ഞാൻ നിൽക്കുന്നത് ശ്രീകാര്യം മെയിൻ റോഡിന് സമീപമായിട്ടാണ്. എന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ബിൽഡിങ് സെയിലിനല്ല റെന്റിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് താഴ്ഭാഗത്ത് 1700 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. തന്നെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് 3 അപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം. ഞാൻ പ്രഭാസ് വെഞ്ഞാറമൂട്, ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് സ്വാഗതം. നമുക്കിവിടെ ഒരു 1700 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് റെന്റൽ പർപ്പസിനായിട്ട് വന്നിരിക്കുന്നത്. മെയിൻ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ടെക്സ്റ്റൈൽസുകൾ റെന്റ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ നല്ലൊരു ഓഫീസ് സ്പേസ് ആയിട്ടോ കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നല്ലൊരു ഷോറൂം സ്പേസ് ആയിട്ടോ യൂസ് ചെയ്യാനായിട്ട് കഴിയും. കൂടാതെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകൾ നിൽക്കുന്നതിനും അതുപോലെ തന്നെ വലിയ ഒരു ഗോഡൌൺ സ്പേസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം വീതിയുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ വീൽ ചെയർ അക്സസിബിലിറ്റിയാണ് വരുന്നത് കേട്ടോ. വീൽ ചെയറിൽ പോകുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു അക്സസിബിലിറ്റിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാർ പാർക്കിംഗ് ഏരിയ, അതായത് അണ്ടർഗ്രൗണ്ടിലായിട്ട് നല്ല ഒരു പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ലൊരു പാർക്കിംഗ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ, അതായത് നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് 3 അപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട് കേട്ടോ. 3 അപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്. ഈ ഒരു 3 അപ്പാർട്ട്മെന്റും റെന്റൽ പർപ്പസിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ല വീതിയിലുള്ള ഒരു സ്പേസ് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ഷട്ടറിന്റെ എൻട്രി ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടിയാണ് നമുക്ക് ഇവിടത്തേക്കുള്ള ഒരു എൻട്രി വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിവിശാലമായിട്ടുള്ള നല്ല ഒരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഷോറൂം സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകൾ റൺ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് അതുപോലെയുള്ള നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാനായിട്ട് കഴിയും. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ലിഫ്റ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ലിഫ്റ്റ് വരുന്നത്. നമുക്ക് മുകളിലത്തെ ബിൽഡിങ്ങിലേക്ക് പോകുന്നതിനും അതുപോലെ തന്നെ വരുന്നതിനും എല്ലാ സൗകര്യം, ഗ്രൗണ്ട് ഫ്ലോറിലേക്കായാലും മുകൾ ഭാഗത്തെ ഡോറിലേക്കായാലും പോകുന്നതിനെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലിഫ്റ്റ് സിസ്റ്റം വരുന്നു.
നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് CCTV അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് വൈഫൈ കണക്ഷൻ, അതുപോലെ തന്നെ ജനറേറ്റർ എന്നീ സൗകര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിൽ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു താഴ്ഭാഗത്തായിട്ട് ഒരു 12-13 വലിയ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ലിഫ്റ്റ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. ഇതാണ് നമുക്ക് രണ്ടാമത്തെ നിലയിലേക്കുള്ള ഒരു സ്റ്റെയർ കേസ്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ 2400 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ഒരു സ്പേസ് കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ബിൽഡിംഗ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കരുതിയാൽ നമുക്ക് വലിയ സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അവർക്ക് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്പേസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് IT പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിനും നമുക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാനായിട്ട് കഴിയും. കൂടാതെ തന്നെ നമുക്ക് താഴെ ഷോറൂം സ്പേസ് ആണ് വരുന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് ഈ ഒരു ഭാഗം നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് ഗ്ലാസ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് ഗ്ലാസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെയിൻ റോഡ് അടിപൊളിയായിട്ട് കാണാനായിട്ട് കഴിയും. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 2 ടോയ്ലറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടും കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടും. നമുക്ക് ഈ ഒരു ഫ്ലോറിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് 3 അപ്പാർട്ട്മെന്റുകളുള്ള ഫ്ലോർ വരുന്നത്. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഉള്ള അടുത്ത ഫ്ലോറാണ് നമുക്ക് മുകളിലേക്കുള്ള അപ്പാർട്ട്മെന്റുകൾ വരുന്ന ഫ്ലോർ. നമുക്ക് ഈ ഒരു ഫ്ലോറിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അപ്പാർട്ട്മെന്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. അതായത് ഈ ഒരു ഫ്ലോറിൽ 2 അപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ നല്ല ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല ഒരു ലക്ഷറി ആയിട്ടുള്ള നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കൂടാതെ തന്നെ ഇവിടെ നമുക്ക് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിച്ചൺ വരുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കിച്ചൺ സൈഡ് വരുന്നുണ്ട്.
ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ വരുന്നത്. കൂടാതെ തന്നെ 2 BHK ആണ്. അതുപോലെ തന്നെ നമുക്ക് ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. എല്ലാ റൂമുകളിലും AC സൗകര്യം വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് വിശാലമായിട്ടുള്ളൊരു ഹാള് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതായത് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നു. ഇവിടെ ആയിട്ടാണ് നമുക്ക് 2 ബെഡ്റൂം വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ വരുന്നത്. കൂടാതെ തന്നെ നമ്മുടെ ഒരു വാൾ ഫിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കളറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് കളറുമാണ് ഇവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് AC നമുക്ക് ഈ ഒരു റൂമിന് ഈ ഭാഗത്തായിട്ട് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ളൊരു അലമാര വരുന്നുണ്ട്. സാധനങ്ങളൊക്കെ എല്ലാം ലോക്ക് ചെയ്ത് വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു സിസ്റ്റം കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ ഇവിടെ വരുന്നത് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ്. പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു മോഡേൺ രീതിയിലുള്ളൊരു ടോയ്ലറ്റ് സിസ്റ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓൾ മൗണ്ട് രീതിയിലുള്ളൊരു ടോയ്ലറ്റ് സിസ്റ്റമാണ് ഇവിടെ വരുന്നത്. ഇവിടെ എല്ലാം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ അപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 1800 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ളൊരു വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് വരുന്നത് കേട്ടോ. ഈ ഒരു വളരെ വലിയൊരു ഹാളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഏരിയ വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് നല്ല വിശാലമായിട്ടൊരു ഏരിയ കൂടി നമുക്ക് വരുന്നുണ്ട്. കൂടാതെ വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റ് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. പിന്നെ 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും. അതും വളരെ വലിയ വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടും ഈ ഒരു ഭാഗത്തായിട്ടും. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ എല്ലാ ബെഡ്റൂമുകളിലും അതുപോലെ തന്നെ ഹാളിലും എല്ലാം AC ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. വളരെ നല്ല മോഡേൺ രീതിയിലുള്ള ഒരു കിച്ചണാണ്. വളരെ നല്ല മോഡേൺ രീതിയിലുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നു. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. കൂടാതെ ഇവിടെ നമുക്ക് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വർക്ക് ഏരിയ നോക്കിക്കേ, നല്ലൊരു വർക്ക് ഏരിയ, നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലാറ്റ് വില്ലാളൊക്കെ എല്ലാം വളരെ നന്നായിട്ട് കാണാനായിട്ട് കഴിയും. നല്ലൊരു സീനറി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി സൈഡാണ്.
ഭാഗത്തേക്ക് വരുമ്പോഴുള്ള മൂന്നാമത്തെ അപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ. ഇവിടെ നമുക്ക് 900 സ്ക്വയർ ഫീറ്റിലാണ് ഇവിടുത്തെ നിർമ്മിതി വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫുള്ളി ഫർണിഷ്ഡ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഫുള്ളി ഫർണിഷ്ഡ് ആണ്. അതായത് സോഫ, കാര്യങ്ങൾ, ടേബിള് എല്ലാം നമുക്ക് ഇവിടെ വരുന്നു. കൂടാതെ തന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് TV വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വളരെ ഭംഗിയിലുള്ള ഒരു ചെടി കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഒരു ഫ്ലോർ ഈ ഒരു ഭാഗത്ത് വരുന്നത് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ്. പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെയൊക്കെ എല്ലാം നമ്മൾ മേറ്റൊക്കെ ചെയ്ത് വളരെ ഭംഗിയിലാണ് ഈ ഒരു ഭാഗമെല്ലാം വരുന്നത്. കൂടാതെ ഇവിടുത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുമായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് നല്ല ഒരു കളർ കോമ്പിനേഷൻ സിസ്റ്റമാണ് വരുന്നത്. നല്ല ഒരു വൈറ്റ് കളറും അതുപോലെ തന്നെ ലൈറ്റ് കളറും കൂടെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്കൊരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ നമുക്ക് അലമാര, നല്ല രീതിയിലുള്ളൊരു അലമാര കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്ന ഒരു റൂം തന്നെയാണിത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ എല്ലാ റൂമുകളിലും നമുക്ക് AC സൗകര്യം ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഹാളിലും എല്ലാ ഭാഗത്തും AC വരുന്നു.
ആ നമ്മുടെ ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ളൊരു ഒതുങ്ങിയിട്ടുള്ളൊരു കിച്ചൺ സൈഡാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഫേബറിൻ്റെ ഒരു ചിമ്മിനി വരുന്നു. കൂടാതെ മുകൾ ഭാഗത്തൊക്കെ എല്ലാം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ശ്രീകാര്യത്തിന് സമീപമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങും അതുപോലെ തന്നെ ഈ അപ്പാർട്ട്മെന്റുകളും റെന്റിന് ആവശ്യമുള്ളവർ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.